നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില മണ്ടന്മാരുണ്ടാകുന്നതിന് നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്ത് പിഴച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏത് മണ്ടനെയും വലിയ തരത്തിൽ പുകഴ്ത്തുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും. ഈ പുകഴ്ത്തപ്പെടുന്ന ആളുകൾ BJPക്ക് എതിരായാൽ മാത്രം മതി, അവരെത്രത്തോളം മണ്ടത്തരം എവിടെ നിന്നുകൊണ്ട് പറഞ്ഞാലും ഇതാണ് സത്യം, ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും മന്ദബുദ്ധികളാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് ഈ പറയുന്ന കേരളത്തിലെ ഈ മാപ്രകളായിട്ടുള്ള ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിവുകെട്ടവൻ എന്നുള്ള നിലയിൽ എന്നും പേര് കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തി, യുവാവായിരിക്കുന്ന സമയത്ത് തന്നെ അമേഠിയിൽ നിന്ന് മത്സരിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വിജയിച്ച ഗാന്ധി കുടുംബത്തിലെ പ്രധാന അംഗമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ പറ്റി തന്നെയാണ് ഇത്തവണയും നമ്മൾക്ക് പറയാനുള്ളത്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ രാജ്യത്ത് എന്ത് നേട്ടമാണ്, ഏത് മേഖലയിലാണ് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു, MP ആയി ഇരുന്നിട്ട് അമേഠിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു? അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അമേഠിയിൽ അദ്ദേഹം തോൽക്കാനുണ്ടായ കാരണം? അങ്ങനെ കുറെ കാര്യങ്ങൾ എടുത്ത് നോക്കി. ഇപ്പോ രാജ്യത്ത് മതേതരത്വം എന്ന് പറയുന്ന സംഭവം അത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വസ്തുവാണ്. ഗാന്ധി കുടുംബമാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് എന്തോയൊക്കെ ഛർദ്ദിച്ചു വെക്കുന്ന രീതിയിലേക്കുള്ള നിലപാടാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഗാന്ധി എടുത്തിരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഹിന്ദുക്കളുടെ അട്ടിപ്പേറാവകാശം BJPക്കോ നരേന്ദ്രമോദിക്കോ RSSനോ ഇല്ല. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ഹിന്ദു എന്ന് പറയുന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത് തിരുത്തുന്നു. ഇങ്ങനെയുള്ള കുറെ കലാപരിപാടികൾ. ഞാൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നില്ല. കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകളാണ്. ഇവരാരാണ് ഇവിടെ സംഘർഷം ഉണ്ടാക്കുന്നത്? എവിടെയാണ് കലാപം ഉണ്ടാക്കുന്നത്? മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, മണിപ്പൂർ ഇന്ത്യയിലല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് BJPക്ക് എന്നുള്ളത്. BJP ഭരിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലല്ല എന്നുള്ള കാഴ്ചപ്പാട് ആണ് BJPക്ക് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾക്കിപ്പോ അദ്ദേഹത്തിന്റെ വർത്താനത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറയുന്നു. കൂട്ടത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന അത് എടുത്തുയർത്തി കാണിക്കുന്നു. ഈ ഭരണഘടന ഉയർത്തി കാണിക്കുന്ന സമയത്ത് ഇത് നരേന്ദ്രമോദിക്കെതിരെയോ BJP അംഗങ്ങൾക്കെതിരെയോ സ്പീക്കർക്കെതിരെയോ അല്ലല്ലോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇത് ഉയർത്തി കാണിക്കേണ്ടത്. ഇത് സ്വന്തം മുത്തശ്ശിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ ഇത് ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരു അഭിമാനമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു മര്യാദയുണ്ട് എന്ന് പറയും. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ജയിലിലാക്കിയ, അല്ലെങ്കിൽ തടവറയിൽ കൃത്യമായിട്ട് ഓരോ വീടും തടവറ എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റിയ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഭരണഘടനയെ വലിച്ചു കീറി കടലിൽ എറിഞ്ഞ ഒരു പാരമ്പര്യമുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ഇവരെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭരിച്ച് രാജ്യത്തെ മുടിച്ച് 10-60 വർഷം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വിഷയങ്ങളിലേക്കും ഇന്ത്യ മഹാരാജ്യത്തെ എത്തിച്ച ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ, അവരുടെ ചിത്രങ്ങൾക്ക് നേരെയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തി കാണിക്കേണ്ടത്, അല്ലാണ്ട് നരേന്ദ്രമോദിക്കെതിരെയാണ്. അപ്പോൾ ഈ ഭരണഘടന ഉയർത്തി കാണിക്കുന്ന സമയത്ത് BJP നേതാവായിട്ടുള്ള അനുരാഗ് ഠാക്കൂർ ഒരു ചോദ്യം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ടെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മൈൻഡ് ആകെ മാറിയിരിക്കുകയാണ്. ആളാകെ വിരൽ പിടിച്ചു. ഭരണഘടന പൊക്കി ഉയർത്തി കാണിക്കുക എന്നുള്ള സ്വഭാവം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ ഇന്നേ വരെ വായിച്ചു നോക്കിയിട്ടില്ല. അതിലെത്ര പേജ് ഉണ്ടെന്നോ എന്ത് കുന്തമാണെന്നോ എഴുതി വെച്ചിരിക്കുന്നോ ഒന്നും അറിയില്ല. പക്ഷെ ഭരണഘടന ഉയർത്തി കാണിക്കും. ഇതാണ് ഇയാളുടെ നിലപാട്. അപ്പോ അനുരാഗ് ഠാക്കൂറിന്റെ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യത്തിന് മുന്നിൽ രാഹുൽ ഗാന്ധി മൂക്കും കുത്തി പാർലമെന്റിൽ വീഴുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ പല പത്രങ്ങളും ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളെ കാണുമ്പോൾ രാഹുൽ ഷോക്ക്, രാഹുലിന്റെ മുന്നേറ്റം, രാഹുൽ കസറി, രാഹുൽ ആഞ്ഞടിച്ചു, എന്താഞ്ഞടിച്ചെന്ന് അറിയില്ല, തീയാളി രാഹുൽ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. തീ ആളിക്കത്തിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള രീതിയിലുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നത്. അപ്പൊ ഇവരുടെയൊക്കെ അജണ്ട എന്താണ്? ഏത് മണ്ടനാണെങ്കിലും ഇപ്പോ പല നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2014 അതോടൊപ്പം തന്നെ 2019 കോൺഗ്രസ് തോറ്റ സമയത്ത് ഇന്ന് ഇന്ത്യ സഖ്യത്തിലുള്ള പല
രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാര് രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇതുപോലെ കഴിവ് കെട്ടവനായിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവന്മാരെല്ലാവരും പലരും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കോൺഗ്രസിനെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഭാരത് ജോഡോ യാത്ര നടത്തി ഇന്ത്യ മുഴുവൻ നടന്നിറങ്ങി ഇവിടെ എന്തോ കാണിച്ചു കൂട്ടി എന്നാണ് ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം വലിയ മണ്ടത്തരമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധി ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം അവരുടെ ഏറ്റവും മോശം കാലഘട്ടം എന്നുള്ള രീതിയിൽ ഏത് രാഷ്ട്രീയ നിരീക്ഷകനും ആരും ഒറ്റ നോട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ആ സമയമായിരുന്നു ഏറ്റവും മോശം കാലഘട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പ് 154 സീറ്റുകളാണ് അന്ന് നേടിയത്. ആ സീറ്റുകൾ ഇത്രയ്ക്ക് വലിയ രീതിയിൽ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ജനവികാരത്തിനെതിരെയായ ആ സമയത്ത് പോലും കോൺഗ്രസിന് 154 സീറ്റുകൾ നേടാൻ സാധിച്ചു. 2014 44 സീറ്റ്, 2019 55 സീറ്റ്, 2029 100 സീറ്റുകൾ തികയാതെ 99 സീറ്റുകളാണ് നേടി. പിന്നെ ഇപ്പോ ഒന്നോ രണ്ടോ സ്വതന്ത്രന്മാരൊക്കെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്, മറ്റേ കോൺഗ്രസിൽ നിന്ന് പോയി രാജിവെച്ച് എവിടെയൊക്കെ നിന്ന് ജയിച്ച ആളുകളുടെ. അപ്പോ ഇത്രയും ഒരു 99ഓളം MP-മാര് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം വലിയ രീതിയിലുള്ള അധപ്പതനത്തിലാണ് കെടുക്കുന്നതെന്ന് അറിയാം. BJP-യും കോൺഗ്രസും നേർക്ക് നേരെ നിൽക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ രീതിയിൽ അടിപതറിയിട്ടുണ്ട്. അവർ ഭരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ 17 സീറ്റ് BJP-യും 2 സീറ്റ് BJP-യുടെ സഖ്യ കക്ഷിയായിട്ടുള്ള JDS-ഉമാണ് നേടിയത്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ബാക്കി സീറ്റുകളാണ് 29 സീറ്റുകൾ, ബാക്കി സീറ്റുകളാണ് 28 സീറ്റിൽ ബാക്കി സീറ്റുകളാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കർണാടക പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ നേർക്ക് നേർ BJP അതോടൊപ്പം തന്നെ കോൺഗ്രസും പോരാട്ടം ഉണ്ടായിട്ടുള്ള സ്ഥലം. അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനമാണ് നമ്മുടെ തെലങ്കാനയിൽ BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിരിക്കുന്നത്. 8 സീറ്റുകൾ നേടിയ BJP ആണ്. കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. എന്നിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കണം, ഈ അടുത്ത കാലത്ത് അധികാരത്തിൽ വന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കർണാടകയും ഈ പറയുന്ന നമ്മുടെ തെലങ്കാനയ്ക്ക്. ഇപ്പൊ ഗുജറാത്ത് നോക്കിക്കോളൂ, രാജസ്ഥാൻ നോക്കിക്കോളൂ, അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് നോക്കിക്കോളൂ. ഇവിടെയെല്ലാം ഹരിയാനയാണെങ്കിൽ ഹരിയാന 5-5 ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് BJP-യും കോൺഗ്രസും നേർക്ക് നേരെ നിൽക്കുന്ന സംസ്ഥാനങ്ങളില്ല. അപ്പൊ ഏത് സംസ്ഥാനത്താണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന രീതിയിലേക്കല്ലാതെ അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഇല്ലാതെ BJP-യെ മറികടക്കാനായിട്ട് ഒരു സ്ഥലത്തും സാധിച്ചില്ല. മഹാരാഷ്ട്ര വേണമെങ്കിൽ പറയാം. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പക്ഷവും അതോടൊപ്പം തന്നെ NCP-യും കോൺഗ്രസും ഒന്നിച്ച് നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് അവർക്ക് സീറ്റ് ഒപ്പം നേടാൻ സാധിച്ചത്, അല്ലെങ്കിൽ കൂടുതൽ നേടാൻ സാധിച്ചത്. അല്ലാതെ മറ്റൊരു സ്ഥലത്തും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ പറയുന്ന ഗുജറാത്തിൽ, ഉത്തർപ്രദേശിലാണെങ്കിൽ അവിടെ കേവലം 6 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ സാധിച്ചത്. നേടിയതോ അത് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിയാണ് 37 സീറ്റുകൾ നേടിയത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരു സാഹചര്യം ഉത്തർപ്രദേശിന്റെ മണ്ണിൽ അല്ലെങ്കിൽ രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെയും ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് കേരളത്തിലെയും അല്ലെങ്കിൽ കേരളത്തിലെ പത്രങ്ങളും മറ്റു മീഡിയകളും ഇവിടുത്തെ സുഡാപ്പികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നമ്മുടെ രാജ്യത്തിന് എന്തോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വെറും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വൃത്തികെട്ട ഹീനമായിട്ടുള്ള രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് ഇവന്മാർ മുന്നോട്ട് പോകുന്നു. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 240 സീറ്റുകൾ നേടിയിട്ടുണ്ട്. കോൺഗ്രസ് 99 നേടിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് വലുതെന്ന് ഇനി സാമാന്യ ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു സമയത്ത് ഇത് മാത്രമേ പറയാനുള്ളൂ. ഭരണഘടനയിലെ ആ ഒരു പുസ്തകത്തിൽ എത്ര പേജ് ഉണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തോൽവിയായിട്ട് ഈ പുസ്തകം ഉയർത്തി കാണിക്കുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങേരെ ഏറ്റവും വലിയ തോൽവിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഉത്തമ ഉദാഹരണം ഇത് മാത്രമാണെന്നുള്ളത് നമ്മൾ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും ബോധ്യപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ. നന്ദി, നമസ്കാരം. വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.